ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് ക്യൂൺ ഓഫ് വാൺസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. പാസ്റ്റിൽ നിങ്ങൾ ഒരു പക്ഷേ മറ്റൊരാളുടെ ഹെൽപ്പ് ഉണ്ടെങ്കിലേ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ മറ്റൊരാളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുകയുള്ളൂ, അല്ലാതെ എനിക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നു എങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ഈ ഒരു സമയം നിങ്ങൾ ചിന്തിക്കുന്നത് എനിക്ക് ആരുടെയും സപ്പോർട്ട് വേണ്ട, എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ നിന്ന് എല്ലാ കാര്യങ്ങളും വളരെ സക്സസ്ഫുള്ളി ചെയ്തു തീർക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നലാണ്, എന്നൊരു ചിന്തയൊക്കെ നിങ്ങൾക്ക് വരുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്തു തീർക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അത് നിങ്ങൾ മറ്റുള്ളവരെ കാണിച്ചു കൊടുത്തൊരു എനർജിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും അഭിമാനവും ഒക്കെ നിങ്ങൾക്ക് തോന്നുന്ന ഒരു സമയമാണിത്. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിനെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അത് സന്തോഷമായാലും സങ്കടമായാലും ദേഷ്യമാണെങ്കിൽ പോലും അങ്ങനെ എന്തായാലും അതിനെ നിങ്ങൾ കൺട്രോളിലാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഇമോഷൻസ് മറ്റുള്ളവരെ അറിയിക്കാതിരിക്കാൻ നിങ്ങളിവിടെ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ചില ആൾക്കാർ അങ്ങനെ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഹൃദയത്തിന് മേൽ നമ്മുടെ ബുദ്ധിക്കൊരു ആധിപത്യം ഉണ്ടാകുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ഇമോഷൻസ് ഒന്ന് മാറ്റിവെക്കും. കാരണം എല്ലാ സമയത്തും നമ്മുടെ ഇമോഷൻസ് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂല. അത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കുക. ചില സമയങ്ങളിൽ നമ്മൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയും ബുദ്ധിപൂർവമായ തീരുമാനങ്ങളൊക്കെ എടുത്ത് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യേണ്ട ഒരു സാഹചര്യം വരാം. മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചിട്ട് ഒന്നും തന്നെ ചെയ്യാനാവില്ല. അവർ നമ്മളെ അങ്ങനെ മുതലെടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ സമയം പ്ലീസിങ് ആയിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ മതിയാക്കി നിങ്ങൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്ന കാര്യം അത് വളരെ ഹ്യൂമറസ് ആയിട്ട് നിങ്ങൾ പറഞ്ഞു ഫലിപ്പിക്കും എന്നാണ്. അല്ലാതെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടൊന്നും പറയുന്ന രീതിയല്ല. പറയേണ്ട കാര്യങ്ങൾ അത് വളരെ ഹ്യൂമറസ് ആയിട്ട് പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. കൺവിൻസ് ചെയ്ത് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവർക്ക് വൈരാഗ്യം തോന്നൂല നിങ്ങളോട്. എന്നാൽ നിങ്ങൾ പറയുന്നത് അവർക്ക് കേട്ടേ പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ ഈ സമയം ഉണ്ടാകുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. മാത്രമല്ല നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾക്ക് വിശ്വാസം വരുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അങ്ങനെ ആകാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഈ ഒരു സമയം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ കരിയറും പേഴ്സണൽ ലൈഫും തമ്മിലൊരു ബാലൻസ് കൊണ്ടുവരേണ്ട ഒരു സമയമാണ്. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലുള്ള ഒരു കാര്യങ്ങളും നിങ്ങളുടെ കരിയറിൽ അറിയിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലൊരു എനർജി തീർച്ചയായിട്ടും ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തൊട്ടടുത്തായിട്ട് വന്നിട്ടുള്ള രണ്ടാമത്തെ ആ ഒരു കാർഡ് 2 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ ചില ആൾക്കാർ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നിങ്ങൾക്ക്
പ്രയോറിറ്റിയും ഒക്കെ തരുന്ന ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ എന്താണോ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പാർട്ട്ണർ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആരംഭിക്കുന്നു എന്ന് കാണുന്നുണ്ട്. ചില ആൾക്കാരിൽ പാസ്റ്റിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ ഉണ്ടായിരുന്ന കുറേ ചലഞ്ചസ് ഒക്കെ എൻഡാക്കി നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. ചില ആൾക്കാർക്ക് അതിൽ വീണ്ടും ഒരു റീയൂണിയൻ ഒക്കെ ഉണ്ടാകുന്നു എന്ന് പറയാം. അപ്പോൾ പാസ്റ്റിൽ അത് കാർമിക് കണക്ഷൻ ആയിരുന്നുവെങ്കിൽ ആ ഒരു കാർമിക് കണക്ഷനൊക്കെ എൻഡാക്കി നിങ്ങളത് വീണ്ടും അവിടെ ഒരു യൂണിയൻ ഉണ്ടാക്കുന്ന ഒരു എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങളെ വിശ്വസിക്കുകയും നിങ്ങളെ ഇഷ്ടപ്പെടുകയും നിങ്ങൾക്ക് വാല്യൂ തരികയും ഒക്കെ ചെയ്യുന്ന ആ ബന്ധങ്ങളിൽ മാത്രം നിങ്ങൾ നിലനിൽക്കണമെന്നുള്ളതാണ്. അങ്ങനെയല്ലാത്ത ബന്ധങ്ങൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സമയം വിട്ടുകളയണം എന്നുള്ളതാണ് ഡിവൈൻ ഈ ഒരു സമയം നിങ്ങളോട് പറയുന്നത്. പിന്നെ ഇവിടെ 5 ഓഫ് സോഡ്സിന്റെ ഒരു എനർജിയാണ്. അപ്പോൾ പാസ്റ്റിൽ ചെയ്ത എന്തോ ഒരു കാര്യം അത് വേണ്ടായിരുന്നുവെന്ന് നിങ്ങൾ ചിന്തിക്കും. അത് ചെയ്തത് അബദ്ധമായി പോയി എന്ന് നിങ്ങൾ ഇവിടെ ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്നതുമാകാം. ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്തത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ ഇത് റിലേഷൻഷിപ്പിലൊക്കെ ആയിരിക്കാം. ചിലപ്പോൾ ആ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ട്, എന്തിനാണ് ഞാൻ ഇത്രയും സ്ട്രഗിൾ ചെയ്തത്, എന്തിനാണ് ഞാൻ ഇത്രയും കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നത്, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത്. മാത്രമല്ല നിങ്ങളോട് സത്യസന്ധതയില്ലാത്ത ആളുകളെ, അതായത് സത്യസന്ധതയില്ലാതെ പെരുമാറുന്ന ആൾക്കാരെ, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾക്ക് ഈ സമയം മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ നിങ്ങൾ മാറ്റി നിർത്തുന്നത് നല്ലതായിരിക്കും എന്നാണ് കാണുന്നത്. അപ്പോൾ ഈ സമയം നിങ്ങളങ്ങനെ തിരിച്ചറിയാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. നമ്മളെ മനസ്സിലാക്കാത്ത, നമ്മളോട് യാതൊരു തരത്തിലുള്ള ആത്മാർത്ഥതയില്ലാത്ത ആൾക്കാരെ നിങ്ങൾ ഈ ഒരു സമയം മനസ്സിലാക്കുമെന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ തിരഞ്ഞെടുത്ത ഒരു കാര്യം അത് വേണ്ടായിരുന്നു എന്നാണ് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. പിന്നെ ഈ സമയം നിങ്ങൾ നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ആവശ്യമില്ലാത്ത സ്ഥലത്ത് നിങ്ങൾ സംസാരിക്കാൻ പോകരുത്. മറ്റുള്ളവരുടെ ഒരു കാര്യത്തിലും നിങ്ങൾ ഇടപെടുകയോ അല്ലെങ്കിൽ അവിടെ ഒരു അഭിപ്രായം പറയാനോ ഒന്നും പോകരുത് എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ പൊതുവെ ഒന്ന് ശ്രദ്ധിക്കുക. ചില കാര്യങ്ങളിൽ നമുക്ക് അബദ്ധം പറ്റാം. അപ്പോൾ അബദ്ധത്തിലേക്ക് നിങ്ങൾ പോകാതിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് എല്ലാ കാര്യത്തിലും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു മെസ്സേജാണ് നിങ്ങൾക്ക് നൽകുന്നത്. പിന്നെ ഇവിടെ കിങ് ഓഫ് സോഡ്സിന്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ക്ലിയർ ആയിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ഒരു സമയമായി എന്നാണ്. പലപ്പോഴും തീരുമാനമെടുക്കാൻ പറ്റാതിരിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു സമയം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കേണ്ട സമയമാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ അത്തരത്തിലൊരു തീരുമാനമെടുക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിനെയൊക്കെ ഒന്ന് മാറ്റിവെക്കുക. ഇമോഷന് പ്രാധാന്യം കൊടുത്താൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ഇമോഷൻസൊക്കെ ഒന്ന് മാറ്റി നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി കൊണ്ട് തീരുമാനമെടുക്കുക. ചിലപ്പോൾ ആരോടെങ്കിലുമുള്ള ഒരു ഓവർ അറ്റാച്ച്മെൻറ്റ് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കുറേ മിസ്റ്റേക്സ് വന്നിട്ടുണ്ടാവാം. അപ്പോൾ ഈ ഒരു സമയം നമ്മൾ അതൊക്കെ ഒന്ന് മാറ്റിവെച്ച് എല്ലാ കാര്യങ്ങളെയും കൃത്യമായിട്ട് പഠിക്കാനൊന്ന് ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾ തീരുമാനമെടുക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇമോഷന് പ്രാധാന്യം നൽകിയത് കൊണ്ട് നിങ്ങൾക്ക് പൈസ പോലുള്ള കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ പാസ്റ്റിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം. അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു എനർജി കാണുന്നുണ്ട്. ഒരുപാട് നിരാശയിലിരിക്കുന്ന ആളുകളുടെ ഒരു എനർജി ഉണ്ട്. നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം ഇവിടെ നമുക്ക് 4 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ കടുത്ത തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ പൈസ കൈക്കലാക്കാൻ വേണ്ടി മറ്റു പലരും നിങ്ങളോട് സ്നേഹം നടിച്ചിട്ടുണ്ടാവാം. അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ നിന്നും പൈസ കൈപ്പറ്റിയതിനു ശേഷം അവർ നിങ്ങളെ അവഗണിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ അതെല്ലാം മനസ്സിലാക്കി ക്ലിയർ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്.
ഒരുപക്ഷെ പാസ്റ്റിൽ നിങ്ങളുടെ ലൈഫിൽ നടന്ന ഇത്തരം കാര്യങ്ങൾ വീണ്ടും നിങ്ങളെ വേദനിപ്പിക്കുന്നുമുണ്ടാവാം. നമുക്കിവിടെ 4 ഓഫ് കപ്സിൻ്റെയൊക്കെ ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ വളരെ വലിയ വിഷമത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് നിങ്ങളോട് പറയുന്നത്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ചതിയും വഞ്ചനയും നന്മയും തിന്മയും എല്ലാം ഉള്ളതാണ്. അപ്പോൾ അതിലൊന്നിലും നമ്മൾ ആണ്ടുപോകാതിരിക്കുക. നല്ലത് വരുമ്പോൾ ഓവറായിട്ട് സന്തോഷിക്കാതിരിക്കുക. അതുപോലെ നമുക്കൊരു പ്രശ്നം വരുമ്പോഴും അത്രയും അതിലേക്ക് നമ്മൾ ആഴ്ന്നിറങ്ങാതിരിക്കുക. അപ്പോൾ ഇതിനിടയിലൊരു ബാലൻസിങ് ആണ് വേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു സമയം നിങ്ങൾക്ക് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് എംപറർ ആണ്. അപ്പോൾ ഈ സമയം ഒരു അധികാരം നിങ്ങളുടെ കൈകളിൽ എത്തുന്ന ഒരു സമയമാണ്. ഇതിൽ പ്രമോഷൻ പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുമെന്നും കാണുന്നുണ്ട്. നിങ്ങളെ ഇതുവരെ ബുദ്ധിമുട്ടിച്ചിരുന്ന ആൾക്കാരെ നിങ്ങൾക്ക് ഭരിക്കാനുള്ള ഒരു അവസരം തീർച്ചയായിട്ടും കിട്ടുമെന്നുള്ളതാണ്. ചിലപ്പോൾ അത് നിങ്ങളുടെ വർക്ക് പ്ലേസിലാവാം, അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ആകാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാവാം. അപ്പോൾ കുറേ കാലം കൊണ്ട് നിങ്ങളെ അടിച്ചമർത്തി നിങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അവരെയൊക്കെ മാറ്റി നിർത്തി നിങ്ങൾക്ക് പ്രമോഷൻ പോലെയുള്ളൊരു കാര്യം കിട്ടാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ ഒരു പബ്ലിക് റെക്കഗ്നീഷനൊക്കെയാണ്. നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്തേ പറ്റുകയുള്ളൂ മറ്റുള്ളവർക്ക്, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് കേട്ടേ പറ്റുകയുള്ളൂ അവർക്ക്. അങ്ങനെയുള്ളൊരു അവസ്ഥയൊക്കെ ഈ സമയം വരുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബത്തിലാണെങ്കിൽ പോലും നിങ്ങൾ അർഹിക്കുന്ന ആ ഒരു സ്ഥാനം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഹാങ്ഡ് മാൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ എന്തോ ഒരു കാര്യത്തിൽ വേറൊരു കാഴ്ചപ്പാടുണ്ടാകുന്നു. ചിലപ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് തന്നെയാവാം, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളെക്കുറിച്ചാകാം, വ്യക്തികളെക്കുറിച്ചാകാം. തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ സ്റ്റക്കായി നിന്ന ആ ഒരു എനർജിയിൽ നിന്ന് മൂവ് ആകുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. ഇത് ചിലപ്പോൾ നിങ്ങളെ കുറേ കാലം ഒരു അനക്കവുമില്ലാതെ പോസ് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരിക്കാം. അത് ഇപ്പോൾ പല ആൾക്കാരും വിചാരിക്കുന്നുണ്ടാവാം ഇത് നിങ്ങൾക്കുള്ളൊരു ശിക്ഷയാണ്, അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ടാവാം. പക്ഷേ അങ്ങനെയല്ല. ഈ ഡിലേ വരുന്ന പല കാര്യങ്ങളും നമുക്കുള്ളൊരു നന്മയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ചില വ്യക്തികളെക്കുറിച്ചൊക്കെയുള്ള നിങ്ങളുടെ ആ ഒരു കാഴ്ചപ്പാടേ മാറുന്നു എന്നുള്ളതാണ്. ചില വ്യക്തികളുടെ യഥാർത്ഥ സ്വഭാവം എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾ പുതിയ കാഴ്ചപ്പാടിലൂടെ കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുന്നു എന്നാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു വലിയൊരു ചോദ്യത്തിന് ഉത്തരം ലഭിക്കുന്നുണ്ട്. ഇതുവരെയും നിങ്ങളുടെ ചോദ്യങ്ങൾക്കൊന്നും ഒരു ഉത്തരവും ലഭിക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ച് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആ ഒരു കാര്യം സംഭവിച്ചത് എന്നുള്ളതിൻ്റെ ഒരു ട്രൂത്ത് ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 8 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ നിങ്ങളൊരു ട്രാപ്പിലൊക്കെ പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അത് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ സമൂഹം അത് ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ളവർ തന്നെ അതുണ്ടാക്കിയതോ ഒക്കെ ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നിങ്ങളെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു അവസ്ഥ, നിങ്ങൾക്ക് ഇങ്ങോട്ടും പുറത്തിറങ്ങാൻ പറ്റാതെ അനങ്ങാൻ പറ്റാതിരിക്കുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു അവസ്ഥയിൽ നിന്നും മാറിപ്പോകുന്ന എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. മാത്രമല്ല നിങ്ങൾക്ക് കൃത്യമായിട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പറ്റാതിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യവും ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ കുറേ ആൾക്കാരുമായിട്ട് ആവശ്യമില്ലാത്ത അറ്റാച്ച്മെൻ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഡിറ്റാച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഇവർ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരാണ് എനിക്ക്, അങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മൾ അവരിൽ തന്നെ ഇങ്ങനെ ഒതുങ്ങിക്കൂടുന്നുണ്ടെങ്കിൽ നമ്മളുടെ സോൾ അത് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. എപ്പോഴും നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനാണ് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സോളിൻ്റെ ആ ഒരു ആഗ്രഹം അനുസരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അല്ലാതെ ഇവരാണ് നമ്മുടെ ലോകമെന്നൊക്കെ വിചാരിക്കാതെ അവരും കൂടി ചേർന്നതാണ് നമ്മുടെ ലോകം, എന്നാൽ പക്ഷേ അവർ മാത്രമല്ല നമ്മുടെ ലോകം എന്നുകൂടി മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച ആ ഒരു കാര്യം അത് വിട്ട് നിങ്ങൾ പുറത്തിറങ്ങുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്.
തീർച്ചയായിട്ടും നിങ്ങളുടെ നിയന്ത്രണം അതിവിടെ മറ്റാർക്കും നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ ട്രാബിലൊക്കെ പെട്ടുപോയ അല്ലെങ്കിൽ മറികടക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലൊക്കെ പെട്ടുപോയവർക്ക് നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ മറികടക്കാനുള്ളൊരു ഗൈഡൻസ് കിട്ടുന്നതുമാകാം. നിങ്ങൾ ഇതിൽ നിന്ന് പുറത്തിറങ്ങാൻ കുറേ പ്രയത്നിച്ചിട്ടുണ്ടാവാം. കുറേ ആൾക്കാർക്ക് ഇത് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യമാവാം. അപ്പോൾ ഈ സമയം നിങ്ങൾ പല കാര്യങ്ങളും തിരിച്ചറിഞ്ഞ് ആ ഒരു സാഹചര്യത്തിൽ നിന്നും പുറത്തിറങ്ങുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ഇത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടായിരിക്കാം. തീർച്ചയായിട്ടും ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് വരുന്ന ഒരു സമയമാണിത്. പിന്നെ ഇവിടെ 4 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ നമ്മുടെ പ്രശ്നങ്ങളിൽ മാത്രം കുരുങ്ങിയിരിക്കുന്ന ചില ആളുകളുടെ ഒരു എനർജിയാണ്. നമ്മളിലുണ്ടായ പ്രശ്നങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിൽ നിന്നും ഇറങ്ങാനുള്ള ആ ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. നമ്മൾ ഈ ഒരു സമയം സ്പിരിച്വൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യേണ്ട ഒരു സമയമാണ്. അപ്പോൾ നമുക്ക് നഷ്ടം വന്നതൊക്കെയും അത് നമുക്കുള്ള അനുഗ്രഹങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വഴി, അത് ദൈവം തന്നെ തന്നൊരു വഴിയാണ് എന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഈ ഒരു നിരാശയിലും അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തുമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതിനാൽ മാത്രമാണ് നിങ്ങൾക്ക് മുന്നിലുള്ള ആ ഒരു അനുഗ്രഹങ്ങൾ, ദൈവം തന്നിട്ടുള്ള അനുഗ്രഹങ്ങളൊന്നും തന്നെ കാണാൻ പറ്റാത്തത്. അപ്പോൾ നിങ്ങൾ ആ ഒരു വേദനയിൽ നിന്നും പുറത്തിറങ്ങി നിങ്ങളിങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്ന ആ ഒരു പരിപാടി നിർത്തുക. നിങ്ങളുടെ ചുറ്റും തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങളുടെ മുന്നിൽ തന്നെയുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക എന്നാണ് ഇവിടെ ഡിവൈൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. പിന്നെ ഇവിടെ 2 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, അങ്ങനെയാണ് കാണുന്നത്. അത് മറ്റുള്ള ആൾക്കാരുമായിട്ട് ചേർന്നുള്ളൊരു പ്ലാനിങ് ആയിരിക്കാം. നിങ്ങളുടെ സഹപ്രവർത്തകരോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോ ഒക്കെ ആയിട്ട് നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ ഇവിടെ പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ചിലപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം. പാർട്ട്ണർഷിപ്പിൽ ഉണ്ടായിരുന്ന കാര്യം കുറച്ചുകൂടി ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളിവിടെ പാഷനേറ്റ് ആയിട്ടിരിക്കുന്നു എന്നാണ്, വളരെ ഉത്സാഹത്തോടു കൂടി നിൽക്കുന്നു എന്നാണ്. ഒരു സ്റ്റക്ക് എനർജിയിൽ നിന്നുമൊക്കെ നിങ്ങൾ മാറി പല കാര്യങ്ങളും മൂവായി തുടങ്ങുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്ലോലി വളരുന്നുണ്ട്, അങ്ങനെയാണ് കാണുന്നത്. നിങ്ങൾ ചെയ്ത ആ ഒരു കാര്യം അത് ഒരിക്കലും വെറുതെ ആവില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിങ്ങനെ സ്ലോലി വളരുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ഒരിക്കലും ഞാൻ ചെയ്ത ആ ഒരു കാര്യം അത് വെറുതെ ആയില്ലല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നി തുടങ്ങുന്നുണ്ട്. പിന്നെ ഈ ഒരു സമയം നിങ്ങൾ എടുത്തു ചാടി ഒരു തീരുമാനങ്ങളും എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജി ലെവലുമായിട്ടുള്ള ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു പാർട്ട്ണർഷിപ്പൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കാരണം ഇവിടെ നമുക്ക് 2 ഓഫ് കപ്സിൻ്റെയൊക്കെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ ആൾക്കാർ നിങ്ങളിലേക്ക് കണക്ട് ചെയ്യുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ വേൾഡ് കാർഡാണ്. ഇതിൽ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ലക്ഷ്യം അത് പൂർത്തിയാക്കാൻ ഈ സമയം നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്ക് വലിയൊരു സക്സസ് ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾ അർഹിക്കുന്ന ആ ഒരു അംഗീകാരം അതൊക്കെ നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങുന്ന ഒരു എനർജിയാണിത്. അപ്പോൾ നിങ്ങൾ എന്താണോ ചെയ്തത് അതിനുള്ള ഫലം നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യം തീർച്ചയായിട്ടും ഇവിടെ അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു ലൈഫ് സൈക്കിൾ പൂർത്തിയാക്കി നിങ്ങൾ ആ ഒരു നെക്സ്റ്റ് സൈക്കിളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൽ യാത്രകളൊക്കെ കാണുന്നുണ്ട്. ഈ സമയം നിങ്ങളൊരു യാത്ര പോകുന്ന എനർജിയാണ്, അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു യാത്രയ്ക്ക് പ്ലാൻ ചെയ്യുന്നതുമാകാം. മാത്രമല്ല ഒരു സ്പിരിച്വൽ പ്രൊട്ടക്ഷനൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്പിരിച്വലി നിങ്ങൾ എന്താകാനാണോ ആഗ്രഹിക്കുന്നത് അത് ആയിത്തീരാനുള്ള എല്ലാ ഹെൽപ്പും യൂണിവേഴ്സ് നിങ്ങൾക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്.
അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യവും അത് നടത്തിയെടുക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വേൾഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് ഫുൾഫിൽ ചെയ്യുന്ന അവസ്ഥയാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു വീട് വയ്ക്കാനും നിങ്ങളുടെ പ്രണയം സാക്ഷാത്കരിക്കാനും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോലി കിട്ടാനും ഒക്കെയുള്ള കുറേ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നെത്താനുള്ളൊരു സമയമാണ് ഇതെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം നിങ്ങൾക്ക് സമാധാനത്തോടെയൊക്കെ ഇരിക്കാൻ പറ്റുന്ന അന്തരീക്ഷം ഉണ്ടാകുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 10 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ നിങ്ങളുടെ ഫാമിലിയുമായി ചേർന്ന് ഒരുപാട് സന്തോഷങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലുമായിട്ടൊക്കെ പിണക്കത്തിലൊക്കെ ആയിരുന്നുവെങ്കിൽ, അതായത് നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ അങ്ങനെ ആരെങ്കിലുമായിട്ടൊക്കെ നിങ്ങൾ പിണക്കത്തിലായിരുന്നുവെങ്കിൽ അവരുമായിട്ടുള്ള ആ ഒരു പിണക്കമൊക്കെ മാറി നിങ്ങൾ വളരെ സ്നേഹത്തിലായ ഒരു എനർജിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുടുംബത്തോടൊപ്പം പുറത്തു പോയി ഒരുപാട് സന്തോഷങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയോടൊപ്പം കൂടുതൽ സമയം നിങ്ങളിവിടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ട സമയമാണ്. ആ ഒരു കാര്യം നിങ്ങൾക്കിവിടെ തോന്നി തുടങ്ങുന്നുണ്ട്. നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പല നല്ല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള യാത്രകൾ, അങ്ങനെ ചില സന്തോഷങ്ങൾ അവർക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതിലൊരു ഹാപ്പി ഫാമിലിയാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും ഒത്തിരി ബ്ലെസ്സിങ്സ് കിട്ടുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഫാമിലിക്ക് അത്രയധികം ശ്രദ്ധയൊന്നും കൊടുക്കാതിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്കൊരു തിരിച്ചറിവ് പോലെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അതായത് ഹാങ്ഡ് മാൻ അങ്ങനെയാണ്, നിങ്ങൾക്ക് പല കാര്യങ്ങളെക്കുറിച്ചും തിരിച്ചറിവ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ കുടുംബത്തിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടും ചെയ്യണം എന്നൊക്കെ തോന്നുന്ന ഒരു സമയമാണ്. അപ്പോൾ കുടുംബത്തോടൊപ്പമൊക്കെ ഇരിക്കാൻ അല്ലെങ്കിൽ അവരുമൊത്ത് ചില സെലിബ്രേഷൻസിലൊക്കെ പങ്കെടുക്കാൻ നിങ്ങൾക്കിവിടെ സാധിക്കുമെന്നും കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ എവിടെ പോയാലും നമ്മുടെ കുടുംബത്തോടൊപ്പം ഇരിക്കുന്ന ആ ഒരു സന്തോഷം വേറൊരിടത്തു നിന്നും നമുക്ക് കിട്ടില്ല. കുറേ ആൾക്കാർക്ക് നിങ്ങളുടെ ഫാമിലിയുമായിട്ട് കൂടുതൽ നിങ്ങൾ അറ്റാച്ച്ഡ് ആകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 8 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെ എൻജോയ് ചെയ്ത് ജോലിയൊക്കെ ചെയ്യാനുള്ളൊരു മൂഡായിരിക്കും എന്നാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടായിരിക്കാം. അങ്ങനെ തീർക്കണമെങ്കിലും അത് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ഇവിടെ ചെയ്യുന്നു എന്നാണ്. അപ്പോൾ നിങ്ങൾ കുറേ എൻഗേജ്ഡ് ആയിരിക്കും, കുറേ കാര്യങ്ങളിൽ നിങ്ങൾ എൻഗേജ്ഡ് ആയിരിക്കും എന്നുള്ളതാണ്. അതുപോലെ ഈ സമയം നിങ്ങൾ വളരെ ബിസി ആയിട്ടിരിക്കുന്ന ഒരു എനർജി തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ജോലികളൊക്കെ ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊപ്പം സന്തോഷത്തോടെ സമയം ചിലവഴിക്കുന്നതുമാകാം. അപ്പോൾ ഇതിൽ നിങ്ങൾ വളരെ എൻജോയ് ചെയ്ത് ജോലിയൊക്കെ ചെയ്യുകയും അതിൽ നിങ്ങൾ വളരെ സന്തോഷം കണ്ടെത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഇത് ചിലപ്പോൾ നിങ്ങൾ പഠിക്കണം എന്നൊക്കെ ആഗ്രഹിച്ച ഒരു കാര്യം അത് ഒരുപക്ഷെ പഠിച്ചു തുടങ്ങുകയോ അതുപോലെ തന്നെ പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്തു തുടങ്ങുന്നതുമാകാം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ത്രില്ലിലായിരിക്കും ഈ സമയം നിങ്ങളെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. മാത്രമല്ല ഈ ഒരു സമയം നിങ്ങൾക്ക് ഒരുപാട് ജോലികളുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഒരുപാട് പണിയെടുക്കേണ്ടി വരും. പക്ഷേ നിങ്ങളത് വളരെ ഹാപ്പി ആയിട്ട് ചെയ്യണം എന്നാണ്. ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് എനർജി ആയിരിക്കും. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു 3 പേരുടെ ജോലിയൊക്കെ ചെയ്യാനുള്ളൊരു എനർജി ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുന്നു എന്നാണ്. കാരണം ചെയ്തു തീർക്കേണ്ടുന്ന കുറേയധികം കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവാം. നിങ്ങൾ മാറ്റി വെച്ചിരുന്ന കുറേ കാര്യങ്ങൾ അതൊക്കെ ഈ സമയം നിങ്ങൾ ചെയ്തു തീർക്കുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്ത് തീർക്കണം എന്നാണ്. അതായത് ഇപ്പോൾ നാളെ ആവട്ടെ എന്നൊക്കെ വിചാരിക്കുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ ഈ ഒരു സമയം നിങ്ങൾ പൂർത്തിയാക്കണം എന്നാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. അത് നിങ്ങളുടെ വീട്ടിലായാലും അല്ലെങ്കിൽ ഓഫീസിലായാലും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നിങ്ങൾ മാറ്റി വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഈ സമയം നിങ്ങൾ ചെയ്ത് തീർക്കണം എന്നുള്ളതാണ് നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്.
പിന്നെ ഇവിടെ കിങ് ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ സ്ട്രഗിളൊക്കെ ഒന്ന് മാറി, നിങ്ങളുടെ കഷ്ടപ്പാടിനൊക്കെ ഫലം കിട്ടി, നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ സ്ഥാനത്തിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കിവിടെ കിങ് ഓഫ് വാൻസും ക്യൂൺ ഓഫ് വാൻസും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് മൂല്യം ലഭിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ എല്ലാ കാര്യങ്ങളെയും ബാലൻസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ആളായി കഴിഞ്ഞു എന്നൊക്കെ ഒരു തോന്നൽ ഈ സമയം നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പോൾ പാസ്റ്റിലെ ആ ഒരു പാറ്റേൺ എല്ലാം ബ്രേക്ക് ചെയ്ത് നിങ്ങളൊരു പുതിയ ആളായി തീരുമാനങ്ങൾ എടുക്കുന്ന സമയമാണ്. അതിപ്പോൾ ഇമോഷണൽ ആയാലും ശരി, നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കുന്ന കാര്യത്തിലായാലും എല്ലാം നിങ്ങൾ വിവേകപൂർണമായ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നത് മാത്രമല്ല, അതുപോലെ തന്നെ ആക്ഷനും എടുക്കുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് മാത്രം നിങ്ങൾ ചെയ്യും. വേണ്ടാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയും. നെഗറ്റീവായിട്ടുള്ള ആളുകളുമായിട്ടുള്ള ആ ഒരു കൂട്ടുകെട്ട് നിങ്ങളിവിടെ അവസാനിപ്പിക്കുമെന്നുള്ളതാണ്. അതായത് നിങ്ങളൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് ഇരിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇമോഷൻസ് എല്ലാം നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്യും. അതിപ്പോൾ നിങ്ങളുടെ ദേഷ്യമായാലും മറ്റൊരാളോടുള്ള അറ്റാച്ച്മെൻ്റ് ആയാലും അതെല്ലാം നിങ്ങൾ കൺട്രോൾ ചെയ്ത് വെക്കുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ആളായി മാറുന്ന സമയമാണ് ഇത്. അതുപോലെ തന്നെ ഇനി നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ അത് നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ ഇവിടെ നമുക്ക് ഹൈ പ്രീസ്റ്റസിൻ്റെ ഒരു എനർജിയും ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്ന എന്തോ ഒരു കാര്യം അത് നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകളും ശക്തികളും ഒക്കെ നിങ്ങൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മുടെ കാര്യങ്ങളൊക്കെ അത് നമുക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് സ്വയം അറിയാൻ പറ്റുന്ന തരത്തിൽ നിങ്ങൾക്ക് ഈ ഒരു സമയം സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അത്രയും ഇൻറ്റ്യൂട്ടീവായിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെന്നുള്ളതാണ്. അത്രയും ഡിവൈനുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആണ്. കാരണം നിഗൂഢമായ ഒരുപാട് കാര്യങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല നിങ്ങൾ പല കാര്യങ്ങളും ഇവിടെ റിസ്ക് എടുത്ത് ചെയ്യുന്ന ഒരു എനർജിയുമുണ്ട്. അപ്പോൾ നമുക്ക് മറ്റുള്ളവരെ അതിലൂടെ സഹായിക്കാനും ഒക്കെ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഒരു ഹീലിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ആളുകളുടെ ഒരു എനർജിയും ഇതിലുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ എന്താണ് എന്ന് സ്വയം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ് ഇതെന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ഫെമിനിയൻ എനർജിയാണ്. അത് വളരെ ശക്തിയേറിയ ഒരു ഫെമിനിയൻ എനർജിയാണ് ഈ ഒരു ഹൈ പ്രീസ്റ്റസ്. തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങളിൽ എത്തുന്ന ഇൻഡ്യൂഷൻസ് നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾ വിട്ട് കളയാതിരിക്കുക. തീർച്ചയായിട്ടും ആര് നിങ്ങൾക്ക് മുന്നിൽ തടസ്സം വന്നാലും അവരെയൊക്കെ അതിജീവിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഇവിടെ നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് പൊരുതി മുന്നേറുന്ന സാഹചര്യമാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾ ഏറ്റെടുക്കുന്ന ഏതൊരു കാര്യവും നിങ്ങൾക്ക് സക്സസ്സിൽ എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.